ഹലോ എവ്രി വൺ. നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ നെറ്റ്വർക്ക് തിയറംസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് ചെറിയൊരു പോർഷൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചെറുതെന്ന് പറയാൻ പറ്റില്ല, ഒരു പീരീഡിലുള്ള ക്ലാസ്സിലുള്ള കേട്ടോ. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലാസ്റ്റ് സെഷനിലേക്ക് ഇത് വെച്ചത്. അപ്പം അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറമാണ് തെവനിൻസ് തിയറം. നമ്മൾ സൂപ്പർ പൊസിഷൻ തിയറം വരെയാണ് കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, തെവനിൻസ് തിയറം നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണിത്. ആദ്യത്തെ കോൺസെപ്റ്റ് അങ്ങനെ പറയാം. ഒരു ലീനിയർ ആക്റ്റീവ് നെറ്റ്വർക്ക് ഉണ്ടെന്ന് കരുതുക. ഇതിനകത്ത് കുറേ റെസിസ്റ്റൻസും കുറേ ഇമ്പിഡൻസും ഒക്കെ ഉണ്ട് കരുതുക. ഓക്കെ, റെസിസ്റ്റൻസ് ഓർ ഇമ്പിഡൻസ്, അതുപോലെ കുറേ വോൾട്ടേജ് സോഴ്സും ഒക്കെ ഉണ്ടെന്ന് കരുതുക. ഓക്കെ, അപ്പം ആ വോൾട്ടേജ് സോഴ്സിന്റെയും അതുപോലെ ഇമ്പിഡൻസിന്റെ ഒക്കെ അല്ലെങ്കിൽ റെസിസ്റ്റൻസിന്റെ ഒക്കെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് ആ സർക്യൂട്ടിന് നല്ലൊരു എക്സ്പെൻസ് ആവും. അത്തരത്തിലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു സർക്യൂട്ടിനെ സിമ്പിൾ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു സർക്യൂട്ടാക്കി മാറ്റാം എന്നുള്ളതാണ് തെവനിൻസ് തിയറം പറയുന്നത്, അല്ലേ? അപ്പം ഇത്തരത്തിലുള്ളൊരു ലീനിയർ ആക്റ്റീവ് നെറ്റ്വർക്ക് നമ്മൾ എന്ത് കാണണം? നമ്മൾ രണ്ട് സാധനങ്ങൾ കാണണം. ഒന്ന് വോൾട്ടേജ്, ഒന്ന് അതിൻ്റെ ഇമ്പിഡൻസ്. ഇതിന് നമ്മൾ തെവനിൻസ് ഇമ്പിഡൻസ് വോൾട്ടേജ് എന്ന് പറയും, ഇതിന് നമ്മൾ തെവനിൻസ് ഇമ്പിഡൻസ് എന്ന് പറയും, അല്ലേ? അപ്പം ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടിനെ വെറും രണ്ട് കമ്പോണൻസ് ഉള്ള ഒരു സർക്യൂട്ടാക്കി മാറ്റാം എന്നുള്ളതാണ് തെവനിൻസ് തിയറം പറയുന്നത്. ഇനി അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ആ തിയറം പറയുന്നത്. നോക്കാം. ദ തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് any linear active network with output terminals A, B can be replaced. ഇത്തരത്തിലുള്ളൊരു സർക്യൂട്ട് can be replaced by a single voltage source VTH in series with a single impedance ZTH. അല്ലേ? Where എന്താണ് VTH എന്ന് പറഞ്ഞാൽ? VTH is the open circuit voltage at the terminals A and B. അല്ലേ? എ ബി എന്ന ടെർമിനൽസിനകത്തെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ് VTH എന്ന് പറഞ്ഞാൽ. And ZTH is the impedance measured by looking at the terminals when all the voltage sources are replaced by corresponding internal impedances. Confused ആവാനൊന്നുമില്ല. എന്താ ZTH എന്ന് പറഞ്ഞാൽ? It is the impedance measured by looking at the terminals. അല്ലേ? ഈ ടെർമിനൽസിന് അക്രോസ് ഉള്ള ഇമ്പിഡൻസ് എങ്ങനെയാകുമ്പോൾ when all the voltage sources are replaced by their corresponding internal impedances. ഇനി ഇതിനകത്ത് എന്തെങ്കിലും വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ ആ വോൾട്ടേജ് സോഴ്സിനെ മാറ്റി അതിൻ്റെ ഇന്റേണൽ ഇമ്പിഡൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്യുക. എന്നിട്ടുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇമ്പിഡൻസ് ആണെന്ത്? ZTH എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ സിമ്പിൾ ടേംസിൽ ഒന്നുകൂടെ പറയാം. അതായത് ഒരു ലീനിയർ ആക്റ്റീവ് നെറ്റ്വർക്ക് ഉണ്ട്. ഇതിനകത്ത് കുറേ വോൾട്ടേജ് സോഴ്സും അതുപോലെ ഇമ്പിഡൻസും ഒക്കെ ഉണ്ടെന്ന് കരുതുക. അത്തരത്തിലൊരു സർക്യൂട്ട് നമുക്ക് വെറും രണ്ട് കമ്പോണൻസ് ഉള്ള അതേ സർക്യൂട്ടിന്റെ എഫക്റ്റ് കാണിക്കുന്ന ഒരു സർക്യൂട്ടാക്കി മാറ്റാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് VTH, തെവനിൻസ് വോൾട്ടേജ് കാണണം. അതെങ്ങനെയാണ് കാണുക? ബൈ ലുക്കിംഗ് അറ്റ് ദി ഓപ്പൺ ടെർമിനൽസ്. ഇവിടെ ലോഡ് ഉണ്ടെങ്കിൽ അതിന് റിമൂവ് ചെയ്ത് ഓപ്പൺ വോൾട്ടേജ് കാണിക്കുക. ഓക്കെ, ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കാണുക, അതാണ് VTH. എങ്ങനെയാണ് ZTH കാണുക? ബൈ ലുക്കിംഗ് അറ്റ് ദി ടെർമിനൽസ് എ ബിയിൽ നോക്കുക. when all the voltage sources are replaced by corresponding internal impedances. ഇതിനകത്തുള്ള എല്ലാ വോൾട്ടേജ് സോഴ്സിനെയും അതിൻ്റെ കറസ്പോണ്ടിങ് ഇന്റേണൽ ഇമ്പിഡൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്ത് എഫക്റ്റീവ് ഇമ്പിഡൻസ് കണ്ടാൽ അതാണ് ZTH. ഇനി ഈ പറഞ്ഞതിനേക്കാളും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇല്ലസ്ട്രേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കാം, ഇതാണ് ഡയഗ്രാം. ഇതിനകത്ത് ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. ഓക്കെ, ഒരു വോൾട്ടേജ് സോഴ്സേ ഉള്ളൂ. Z1, Z2, Z3 എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇമ്പിഡൻസ് ആണ്. അപ്പോൾ ഇതൊരു ലീനിയർ ആക്റ്റീവ് നെറ്റ്വർക്ക് ആണ്. ഒരു ലോഡും ഉണ്ട് ZL. ഈ ലോഡ് എന്ന് പറയുന്നത് നമുക്ക് മാറ്റാൻ പറ്റില്ല, കാരണം നമ്മൾ വേറൊരു സർക്യൂട്ട് ഡിസൈൻ ചെയ്താലും നമുക്ക് ഈ ലോഡാണ് കണക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ബാക്കി ആളുകളെ നോക്കാം. ഇപ്പോൾ ഇതിനകത്ത് നോക്കൂ, ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, 3 ഇമ്പിഡൻസ് ഉണ്ട്. ഇതിനെ നമുക്ക് മാറ്റി ഒറ്റ വോൾട്ടേജ് സോഴ്സും ഒറ്റ ഇമ്പിഡൻസും ആക്കി മാറ്റാൻ പറ്റും എന്നാണ് തെവനിൻസ് തിയറം പറയുന്നത്. എങ്ങനെയാണ് ആ ഒറ്റ വോൾട്ടേജ് കാണുക, എങ്ങനെയാണ് ആ ഒറ്റ ഇമ്പിഡൻസ് കാണുക എന്നുള്ളതാണ് തെവനൈസിങ് എ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ. എന്താ പറയുക? തെവനൈസിങ് എ സർക്യൂട്ട്, അല്ലേ? അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനുള്ളതാണ് ഈ ഒരു സർക്യൂട്ട് ഞാൻ ഒന്ന് ഇവിടെ മാറ്റി വരക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ എന്താണ് നമ്മുടെ VS എന്ന് പറഞ്ഞാണ് സോഴ്സ് വോൾട്ടേജ്. ഓക്കെ, അതിൻ്റെ ഇന്റേണൽ ഇമ്പിഡൻസ് സ്മാൾ Z 0 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ എന്താണ്? ഒരു Z1 എന്ന് പറഞ്ഞ ഇമ്പിഡൻസ്, ഇവിടെ ഒരു Z3 എന്ന് പറഞ്ഞ ഇമ്പിഡൻസ്, പിന്നെ ഒരു Z2 എന്ന് പറഞ്ഞ ഇമ്പിഡൻസ്, പിന്നെ അത് ഇങ്ങനെ നിൽക്കുന്നു, അല്ലേ? ഇവിടെ എന്താ ഉള്ളത്? അവിടെ പിന്നെ ലോഡാണുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു സർക്യൂട്ട് തെവനൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്താണ്? ലോഡ് ഇമ്പിഡൻസിനെ ഒഴിവാക്കുക. ഇവിടെ ZL ഉണ്ടായിരുന്നു, അതിനാണ്ട് ഒഴിവാക്കി. ഇതിനെയാണ് നമ്മൾ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനാണ് എന്താ പറയുക?
ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയും സിമ്പിളായിട്ട്. ലോഡിനെ റിമൂവ് ചെയ്താൽ പിന്നെ എന്തായി? ഓപ്പൺ സർക്യൂട്ട് ആയി. ഓക്കെ, ഇനി നമുക്ക് ആദ്യം കാണാനുള്ളത് എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് ദി വോൾട്ടേജ് അക്രോസ് ദി ടെർമിനൽസ് എ ആൻഡ് ബി അല്ലേ? ഇതാണ് എ ബി എന്ന് പറഞ്ഞ ടെർമിനൽസ്. ആ ലോഡ് റിമൂവ് ചെയ്തില്ലേ, അവിടെയുള്ള എഫക്റ്റീവ് വോൾട്ടേജ് കാണണം. അതാണ് തെവനിൻസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നോക്കുക, ഇവിടെയുള്ള വോൾട്ടേജ് എന്താണോ അതായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഓക്കെ, ഈ ഒരു സർക്യൂട്ടിനകത്ത് എ ബി എന്ന ടെർമിനലിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ പോയിന്റിലുള്ള വോൾട്ടേജ് ആയിരിക്കും അല്ലേ? അതാണ് എന്ത് എന്ന് പറഞ്ഞത്? തെവനിൻസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ അതിനെ VTH എന്നെടുത്തു. ഓക്കെ, അതാണെന്ത്? നമ്മുടെ തെവനിൻസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ. ഇനി എങ്ങനെയാണ് അത് കാണുക എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് അല്ലേ? എങ്ങനെയാണ് കാണുക? സിമ്പിൾ, നമ്മൾ നോഡൽ അനാലിസിസ് അപ്ലൈ ചെയ്യാം അല്ലേ? അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്തിരുന്നത്? ഈ പോയിന്റ് ആണ് ഹൈ പൊട്ടൻഷ്യൽ എന്ന് വിചാരിക്കുക. ഓരോ ബ്രാഞ്ചിലൂടെയും പോവുക, അവിടെ പിന്നെ നമ്മുടെ കിർച്ചോഫ് ലോന്റെ പോലെ അപ്ലൈ ചെയ്യാം അല്ലേ? എഫക്റ്റീവ് കറണ്ട് കണ്ടിട്ട് അവിടെ നിന്ന് സോൾവ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ നോക്കുക, ഈ ബ്രാഞ്ചിലൂടെ പോവുക. ഇവിടുത്തെ വോൾട്ടേജ് എന്താണ്? VTH മൈനസ് ഇവിടെ വോൾട്ടേജ് എന്താ? VS ഡിവൈഡഡ് ബൈ ഇവിടെ എത്ര വോൾട്ടേജ്? ഇംപിഡൻസ് Z1 അല്ലേ? പ്ലസ് അല്ലേ? ഇപ്പം അത് V/R എന്നുള്ള ഫോമായി അല്ലേ? VTH മൈനസ് VS ബൈ Z1 പ്ലസ് ഇനി ഏതാ ബ്രാഞ്ച്? ഈ ബ്രാഞ്ച് അല്ലേ? ഇവിടെ എത്ര വോൾട്ടേജ്? ഇവിടെ ഗ്രൗണ്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ വോൾട്ടേജ് 0 ആയിരിക്കും. അപ്പോൾ VTH മൈനസ് 0 ബൈ Z2 അല്ലേ? VTH മൈനസ് 0 ബൈ Z2 ഈക്വൽ ടു 0 എന്ന് വരും. ഇനി ഈ ബ്രാഞ്ചിലൂടെ കറണ്ട് പോവോ? ഇല്ല, കാരണം ഇവിടെ ലോഡില്ല. ലോഡില്ലാത്തതുകൊണ്ട് ഇതിലൂടെ കറണ്ട് പോവില്ല. ഇനി നമുക്ക് ഇതിൽ എന്താ കാണണ്ടേ? VTH കണ്ടാൽ മതി. അപ്പം ഇത് സ്പ്ലിറ്റ് ചെയ്യുക. VTH ബൈ Z1 മൈനസ് VS ബൈ Z1 പ്ലസ് VTH ബൈ Z2 ഈക്വൽ ടു 0 എന്ന് വരും. ഇതിനകത്ത് നിന്ന് VTH കാണാൻ ഇവിടെ VTH ഇവിടെ VTH ഉണ്ട്, കോമൺ ആക്കി എടുക്കുക അല്ലേ? VTH ഇൻറ്റു 1 ബൈ Z1 പ്ലസ് 1 ബൈ Z2. ഇനി ഈ മൈനസ് VS ബൈ Z1 അങ്ങോട്ടേക്ക് കൊണ്ട് എന്താവും? VS ബൈ Z1 എന്ന് വരും അല്ലേ? ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. VTH ഇൻറ്റു എന്താ പറയുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. Z1 പ്ലസ് Z2 ബൈ Z1 Z2 എന്ന് വരും അല്ലേ? ഇതേ സർക്യൂട്ട് നമ്മൾ നമ്മുടെ പ്രാക്ടിക്കൽ ലാബിനകത്ത് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഇയർ പ്രാക്ടിക്കൽസിനകത്ത് തെവനിൻസ് തിയറം എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്, അത് ചെയ്യുന്നുണ്ട് അല്ലേ? ഇനി ഇങ്ങനെയായി. ഇനി നോക്കൂ, ഇതിൽ എന്താ ഉണ്ടാവുക? ഇവിടെ ഈ Z1ഉം ഈ Z1ഉം കട്ട് ചെയ്ത് പോവില്ലേ? ബാക്കി നമുക്ക് എന്താ കാണണ്ടേ? VTH ഈക്വൽ ടു എന്ത് വരും? Z2 ബൈ Z1 പ്ലസ് Z2 ഇൻറ്റു VS എന്ന് വരും അല്ലേ? ഈ Z2 അങ്ങോട്ട് എടുക്കുക, Z1 പ്ലസ് Z2 ഇങ്ങോട്ടേക്ക് എടുക്കുക. അപ്പോൾ ഇതാണ് എന്ത്? തെവനിൻസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ. ഇത് നമ്മൾ ഓരോ സർക്യൂട്ടിനും ചെയ്യുകയാണ് നല്ലത് കേട്ടോ. അല്ലാതെ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ കാണാതെ പഠിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ തെവനിൻസ് വോൾട്ടേജ് കിട്ടുക കേട്ടോ. അപ്പോൾ ഈ സർക്യൂട്ടിനെ റീപ്ലേസ് ചെയ്ത് ഒരു സിംഗിൾ വോൾട്ടേജ് സോഴ്സ് ആക്കണം. ആ വോൾട്ടേജ് സോഴ്സ് എന്താണ്? ഇതാണ്. എങ്ങനെയാണ് അത് കാണുക? ഓപ്പൺ സർക്യൂട്ട് ആക്കുക, ലോഡ് റിമൂവ് ചെയ്യുക, എന്നിട്ട് ഇതിനെ ക്രോസ് ഉള്ള വോൾട്ടേജ് കാണുക. അതിന് കാണാൻ നമ്മൾ യൂസ് ചെയ്തത് നോഡൽ അനാലിസിസ് ആണ്. അങ്ങനെ ചെയ്ത് നമ്മൾ VTH കണ്ടു. ഇനി നമുക്ക് കാണാനുള്ള എന്താണ്? ZTH കാണണം അല്ലേ? ZTH തെവനിൻസ് ഇംപിഡൻസ് കാണണം. എങ്ങനെയാ തെവനിൻസ് ഇംപിഡൻസ് കാണാന്ന് പറഞ്ഞേ? ബൈ ലുക്കിംഗ് അറ്റ് ദി ടെർമിനൽസ്. ഇവിടെ നിന്ന് നോക്കുക, ഇങ്ങോട്ടേക്ക് നോക്കുക, ആൻഡ് കാൽക്കുലേറ്റ് ദി effective impedance across the terminals when all the voltage sources are replaced by their corresponding internal impedances അല്ലേ? ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സേ ഉള്ളൂ, അതിൻ്റെ ഇന്റേണൽ ഇംപിഡൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ ഇന്റേണൽ ഇംപിഡൻസ് എത്ര? 0 ആണ്. നമ്മളിപ്പോൾ കൺവീനിയൻസിന് ഇവിടെ 0 എന്ന് എടുത്തിട്ടില്ലേ, അതുകൊണ്ട് ഇവിടെ റെസിസ്റ്റൻസ് 0 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവിടെ റെസിസ്റ്റൻസ് ഇല്ല എന്നർത്ഥം. റെസിസ്റ്റൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത് ഡയറക്റ്റ് കണക്ഷൻ ആണെന്നർത്ഥം അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? അവിടെ ഡയറക്റ്റ് കണക്ഷനായി. മനസ്സിലായോ? ഇംപിഡൻസ് 0 എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് 0 എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കണക്ഷൻ അല്ലേ? കറണ്ട് കൂളായിട്ട് ഒഴുകുന്നു എന്നർത്ഥം. ഇനി ഇവിടെ എന്ത് ചെയ്യുക? Z1 ആയിരുന്നു, ഇവിടെ Z3 ആയിരുന്നു, ഇവിടെ Z2 ആയിരുന്നു അല്ലേ? ഇങ്ങനെ കൊടുത്തു. ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മുടെ AB എന്ന് പറഞ്ഞ ടെർമിനൽ. ഇനി നോക്കൂ, ഇതൊരു സിമ്പിൾ സർക്യൂട്ടാണ് അല്ലേ? ഇതിനകത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണണം അല്ലേ? അതെങ്ങനെയാണ്? ഭയങ്കര സിമ്പിൾ അല്ലേ? ഇതിനകത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് നമ്മൾ കാണുക? നമ്മൾ ഇവിടെ Z1 Z2 എന്ന് പറയുന്നത് എന്താണ്?
പാരലലാണ്. Z1ഉം Z2ഉം പാരലലാണ് അല്ലേ? Z1 പാരലൽ ടു Z2 അല്ലേ? ഇനിയോ ഇത് രണ്ടും പാരലായി കമ്പൈൻ ചെയ്തു, പിന്നെ ഇതെന്താണ്? സീരീസ് ആണ് അല്ലേ? അപ്പോൾ പ്ലസ് Z3 എന്ന് എഴുതിയാൽ പോരെ. ഇനി Z1 Z2 രണ്ട് റെസിസ്റ്റൻസ് പാരലാണെങ്കിൽ എങ്ങനെ അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്? 1/R1 ഈക്വൽ ടു 1/R ഈക്വൽ ടു 1/Z1 പ്ലസ് 1/Z2 എന്നൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്യാം. അപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കറിയാം എന്ത് Z1 Z2/Z1 പ്ലസ് Z2 ആണ് അതിൻ്റെ ആൻസർ കേട്ടോ. ഇതൊക്കെ നമ്മൾ അഡ്വാൻസ്ഡ് ആയി, ഇതൊന്നും ഇപ്പോൾ നമ്മൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. Z1 ഒന്നും Z2 ഒന്നും, Z1 Z2 പാരലാണ് വെച്ചാൽ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? Z1 Z2/Z1 പ്ലസ് Z2 ആയിരിക്കും, പ്ലസ് Z3. ഇതാണ് എന്ത്? ZTH എന്ന് പറയുന്നത്. മനസ്സിലായോ? തെവനിൻസ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പോൾ ഇങ്ങനെ തെവനിൻസ് ഇമ്പിഡൻസ് ഉണ്ടത് എവിടെയൊക്കെ വോൾട്ടേജ് സോഴ്സ് ഉണ്ടോ അതിനൊക്കെ അതിൻ്റെ ഇന്റേണൽ ഇമ്പിഡൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്യുക. ഇവിടെ 0 ആയതുകൊണ്ട് നോ റെസിസ്റ്റൻസ്, അപ്പോൾ നേരെ കണക്ട് ചെയ്യാം. ഇനി Z1 Z2 പാരലലാണ്, അപ്പം എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇത്. Z3 സീരീസ് ആണ്, ഇത് കമ്പൈൻ ചെയ്തതിന് സീരീസ് ആണ്. അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതാണ് ZTH, ഇതാണ് VTH. ഇനി അപ്പം ഇപ്പം ഈ പറഞ്ഞ ഈ ഒരു സർക്യൂട്ടിനെ നമുക്കിനി റീപ്ലേസ് ചെയ്തിട്ട് എന്താക്കാൻ പറ്റുന്ന പറഞ്ഞത്? ബൈ റീപ്ലേസിംഗ് ബൈ എ സിംഗിൾ വോൾട്ടേജ് സോഴ്സ് VTH. ഒരു സിംഗിൾ വോൾട്ടേജ് സോഴ്സ് VTH ആക്കുക ഇൻ സീരീസ് വിത്ത് എ സിംഗിൾ ഇംപിഡൻസ് സോഴ്സ് ZTH. മനസ്സിലായോ? ആ വോൾട്ടേജ് സോഴ്സും ഈ ഇംപിഡൻസ് സോഴ്സും സീരീസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറയുന്നത് തെവനിൻസ് തിയറം പറയുന്നത് ഈ സർക്യൂട്ടും സെയിം ആണെന്നാണ് അല്ലേ? ഇനി നമ്മളൊരാളെ ഫസ്റ്റ് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ആരായിരുന്നു ആള്? ZL, ലോഡ് റെസിസ്റ്റൻസ്. അതിനെ അവിടെ തന്നെ വെക്കുക. ഓക്കെ, അതാണ് ആ സർക്യൂട്ട്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ഇവിടെ ZL ഉണ്ടായിരുന്ന ഈ ഒരു സർക്യൂട്ടിനെ നമ്മൾ മാറ്റി എന്താക്കി? ഈ ഒരു സർക്യൂട്ടാക്കി മാറ്റി. ഇതിനകത്ത് എത്ര റെസിസ്റ്റൻസ് ഉണ്ട്? 1 2 3 റെസിസ്റ്റൻസിന്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു റെസിസ്റ്റൻസിന് 5 റുപ്യ തരുക. ഈ സർക്യൂട്ട് ഉണ്ടാക്കാൻ എത്രയാവും? 15 റുപ്യ റെസിസ്റ്റൻസിനാവും. ഇവിടെ എത്ര റെസിസ്റ്റൻസേ ഉള്ളൂ? ഒന്നുള്ളൂ. അപ്പോൾ 5 റുപ്യ അല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു അഡ്വാൻറ്റേജും ഇതിനുണ്ട്. ക്ലിയർ? അപ്പോൾ അതാണ് നമ്മുടെ തെവനിൻസ് തിയറം എന്ന് പറഞ്ഞാൽ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് പ്രൊസീജിയർ ഫോർ തെവനൈസിങ് എ നെറ്റ്വർക്ക് അല്ലേ? നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്കുക. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഹൗ ടു തെവനൈസ്. ഇപ്പോൾ നമ്മൾ ചെയ്ത പ്രോസസ്സിന് തെവനൈസ് ചെയ്യാന്ന് പറയാം. എങ്ങനെയാ ചെയ്യുക? റിമൂവ് ദ ഇംപിഡൻസ് ZL, ലോഡ് ഇംപിഡൻസ് റിമൂവ് ചെയ്യുക, ത്രൂ വിച്ച് ദ കറന്റ് ഈസ് ടു ബി ഡിറ്റർമൈൻഡ്. കറന്റ് ഡിറ്റർമൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലോഡ് റെസിസ്റ്റൻസ് റിമൂവ് ചെയ്യുക. Then find the open circuit voltage which appears across the terminals from where the impedance has been removed. ആ റിമൂവ് ചെയ്ത ഭാഗത്തുള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കണ്ടെത്തുക. അതിനെയാണ് തെവനിൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. Now find the effective impedance of the whole network by looking at the terminals after replacing all the voltage sources with their internal impedances. അല്ലേ? എന്താ കാണുക? ഓപ്പൺ പിന്നെ ചെയ്ത സർക്യൂട്ടിൻ്റെ അവിടെയുള്ള എഫക്റ്റീവ് ഇംപിഡൻസ് കാണുക. എന്ത് ചെയ്തതിന് ശേഷം? വോൾട്ടേജ് സോഴ്സിനൊക്കെ അതിൻ്റെ ഇന്റേണൽ ഇംപിഡൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് നമുക്ക് തെവനിൻസ് ഇംപിഡൻസ് ZTH കിട്ടുന്നു. ഇനി എന്താ ചെയ്യുക? ഡ്രോ ദ ഇക്വലന്റ് തെവനിൻസ് നെറ്റ്വർക്ക് ബൈ റീപ്ലേസിംഗ് ഓൾ ദ വോൾട്ടേജ് സോഴ്സസ് വിത്ത് VTH ആൻഡ് ഓൾ ദ ഇംപിഡൻസ് ബൈ തെവനിൻസ് ഇംപിഡൻസ് ZTH. എല്ലാ വോൾട്ടേജ് സോഴ്സിനെയും മാറ്റി VTH ആക്കുക, എല്ലാ ഇംപിഡൻസിനെയും മാറ്റി ZTH ആക്കുക. അത് രണ്ടും ഇതുപോലെ സീരീസ് ആയിട്ട് വെക്കുക, ലോഡ് കണക്ട് ചെയ്യുക. കണക്ട് ബാക്ക് ദ ഇംപിഡൻസ് ZL ടു ദ ഓപ്പൺ ടെർമിനൽസ് അല്ലേ? ഇനി നമ്മൾ പറഞ്ഞു അത് കണക്ട് ചെയ്തു അല്ലേ? ഇനി നമുക്ക് എന്ത് വേണം? വി ഹാവ് ടു ഫൈൻഡ് ദ കറന്റ് ത്രൂ ദ ലോഡ് അല്ലേ? ലോഡ് കറന്റ് കാണണം അല്ലേ? ലോഡ് കറന്റ് എങ്ങനെയാ കാണാം? ജസ്റ്റ് സിമ്പിൾ ഫോർമുല അല്ലേ? ഇവിടെ വോൾട്ടേജ് എത്രയാണ്? VTH ബൈ എഫക്റ്റീവ് വോൾട്ടേജ് എത്രയാണ്? ഇത് രണ്ടും സീരീസ് അല്ലേ? ZTH പ്ലസ് ZL അല്ലേ? അങ്ങനെ നമുക്ക് ലോഡ് കറണ്ടും കാണാൻ പറ്റും. ഇതാണ് തെവനിൻസ് തിയറം എന്ന് പറഞ്ഞത്. ഓക്കെ, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു തിയറമാണ്. അത് നമ്മൾ എന്ത് കണ്ടു? ലോഡ് കറണ്ട് കണ്ടു. ഓക്കെ, ടെക്സ്റ്റിൽ വേറൊരു മെത്തേഡൊക്കെയാണ് അത് സോൾവ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ നോഡൽ അനാലിസിസ് വെച്ചാൽ നമുക്ക് പരിചയമുള്ളതാണ്, അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ടെക്സ്റ്റിനകത്തൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. Apply Thevenin's theorem to find the current through the load resistance 15 ohm in the following network. ഈ 15 ഓമിനകത്തൂടെയുള്ള കറണ്ട് കാണാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആ സർക്യൂട്ട് ആദ്യം വരച്ചെടുക്കുക. ഇവിടെ ഒരു 24 വോൾട്ടിന്റെ വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. ഇന്റേണൽ ഇംപിഡൻസ് 1 ഓം തന്നിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നമ്മൾ നേരത്തെ 0 ആയിരുന്നു, ഇവിടെ 1 ഓം തന്നിട്ടുണ്ട്.
ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട് R1, അത് 3 ഓം ആണ്. ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട് R2 12 ഓം ആൻഡ് ജസ്റ്റ് അനദർ ലോഡ് അല്ലെ 15 ഓമിൻ്റെ ഒരു ലോഡും ഉണ്ട്. ഇത്രയേ ഉള്ളൂ കമ്പോണൻസ്. ഈ സർക്യൂട്ട് കൃത്യമായിട്ട് വരച്ചെടുക്കുക, ക്വസ്റ്റ്യൻ എഴുതുക. അപ്പോൾ നോക്കുക, ആ ഡയഗ്രം ഞാനൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തെവനൈസ് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? റിമൂവ് ദ ഇംപിഡൻസ് ത്രൂ വിച്ച് ദ കറന്റ് ഈസ് ടു ബി ഡിറ്റർമൈൻഡ്. അപ്പോൾ ലോഡ് റിമൂവ് ചെയ്യുക. ഇതിലൂടെ എല്ലാം IL നമുക്ക് കാണാനുള്ളത്, ലോഡ് റിമൂവ് ചെയ്യുക. അപ്പോൾ സർക്യൂട്ട് എന്താവും? സെയിം സർക്യൂട്ട് ആവും. ഇവിടെ 24 വോൾട്ട്, ഇവിടെ R = 1 ഓം. ഓക്കെ, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട് R1 3 ഓം. പിന്നെ ഇവിടെ എന്തുണ്ട്? നമ്മുടെ R2 ഉണ്ട് 12 ഓം. പിന്നെ ഇത്രയും അല്ലേ, ഓപ്പൺ സർക്യൂട്ട് ചെയ്തു. ഇനി ഇത് വേണ്ട. ഓക്കെ, ഇനി നമ്മളെന്താ കാണണ്ടേ? ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കാണണം അല്ലേ. എങ്ങനെയാ കാണുക? ഇവിടെയുള്ള വോൾട്ടേജ് ഉണ്ടാ പോരെ. ഇതാണെന്ത്? VTH എന്ന് പറയുന്നത് അല്ലേ. ഇതാണ് VTH എന്ന് പറയുന്ന വോൾട്ടേജ് അല്ലേ. വീണ്ടും നോഡൽ അനാലിസിസ് അപ്ലൈ ചെയ്യുക. നമ്മൾ ഓരോ ബ്രാഞ്ചിലൂടെയും പോവുക, കറണ്ട് കാണാം അല്ലേ, കിർച്ചോഫ് ലോ അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താണ്? ഇവിടെയുള്ള ഹൈപ്പൊട്ടൻഷ്യൽ ആക്കുക, ഓരോ ബ്രാഞ്ചിലൂടെയും പോവുക, ഡിഫറൻസ് കാണുക, റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ VTH അല്ലേ, ഫസ്റ്റ് ബ്രാഞ്ച് ഈ ബ്രാഞ്ച് കൂടെ പോവുക, VTH. ഇവിടെയുള്ള വോൾട്ടേജ് എത്രയാണ്? 24 ഡിവൈഡഡ് ബൈ ഇതിലൂടെയുള്ള റെസിസ്റ്റൻസ്. അതുകൊണ്ടാണ് ഞാൻ ഇന്റേണൽ ഇംപെഡൻസ് നോക്കണം എന്ന് പറഞ്ഞത്. ഇതിലൂടെയുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? ഇവിടെ ഒരു 3 ഓം ഉണ്ട്, പക്ഷേ ഇതിന്റെ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് 1 ഓം ഉണ്ട്. അപ്പോൾ ഇതും എന്താണ്? നേരെ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കല്ലേ, സീരീസ് ആണ്. അപ്പോൾ അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? 1 + 3 4 അല്ലേ. അറിയാത്തൊരു 1 + 3 തന്നെ എഴുതുക കേട്ടോ, പ്ലസ്. അപ്പോൾ അത് കൂട്ടണം എന്നാ പറഞ്ഞത്. നമ്മൾ നേരത്തെ എക്സാമ്പിൾ ചെയ്തപ്പോൾ 0 ആയിരുന്നു, അതുകൊണ്ട് ഇത് കൂട്ടണം. പ്ലസ് ഇനി ഈ ബ്രാഞ്ച് VTH, ഇവിടെ എത്രയാണ് വോൾട്ടേജ്? 0 ആണ്, കാരണം എർത്ത് അല്ലേ. VTH - 0/12 അല്ലേ. VTH - 0/12 = 0. ഇതിലൂടെ കറണ്ട് പോയില്ലല്ലോ, ഇല്ല. ഇനി ഇതിന് എന്ത് കാണുക? VTH കാണുക അല്ലേ. VTH/4 പ്ലസ് VTH/12. ഈ 24/4 അപ്പുറത്തേക്ക് എടുക്കുക, 24/4 അല്ലേ. ഇതൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. VTH/4 - 24/4 പ്ലസ് VTH/12 = 0 എന്ന് വരും. റീഅറേഞ്ച് ചെയ്യുക, 24/4 അങ്ങോട്ടേക്ക് കൊണ്ടുപോകുക. ഇത് എത്രയാണ്? 6 അല്ലേ. അപ്പം VTH കോമൺ ആണ്. VTH ഇൻറ്റു എന്താ വരിക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, 12 + 4/12 × 4 = 6 എന്ന് വരും അല്ലേ. അപ്പം എന്താ വരിക? VTH ഇൻറ്റു ഇത് VTH കോമൺ ആയി 1/4 + 1/12 കേട്ടോ. ഇതൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 16/12 × 4 എന്ന് വരും, = 6 എന്ന് വരും. അപ്പം VTH = 6 × 12 × 4/16 എന്ന് വരും അല്ലേ. അപ്പം 4 ഇത് എത്രയാവും? 16 4 വെട്ടി 4 ആവില്ലേ, 4 12 വെട്ടി 3 ആവില്ലേ. 6 × 3 18 വോൾട്ടാണ് എന്ത്? VTH എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പം നമുക്ക് എന്ത് കിട്ടി? VTH കിട്ടി അല്ലേ. VTH കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? RTH കാണണം അല്ലേ. എങ്ങനെയാ RTH കാണുക? വി ഹാവ് ടു ഫൈൻഡ് ദ എഫക്റ്റീവ് ഇംപിഡൻസ് അറ്റ് ദി ടെർമിനൽസ് ആഫ്റ്റർ റീപ്ലേസിംഗ് ആൾ ദ വോൾട്ടേജ് സോഴ്സസ് ബൈ ദെയർ ഇന്റേണൽ ഇംപിഡൻസ്. ഇവിടെ വോൾട്ടേജ് സോഴ്സ് ഉണ്ടോ? ഉണ്ട്. ഏതാണ്? ഇതാണ്. അതിനെന്ത് ചെയ്യണം? ഇതിന്റെ ഇന്റേണൽ ഇംപിഡൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാവും? ഇവിടെ ഒരു 1 ഓം ആവും അല്ലേ. ഇവിടെ ഒരു 3 ഓം ആവും. പിന്നെ ഇവിടെ 12 ഓം ഉണ്ടായിരുന്നു അല്ലേ. അങ്ങനെയല്ലേ വരിക? ആണല്ലോ. ആഫ്റ്റർ റീപ്ലേസിങ് വോൾട്ടേജ് സോഴ്സസ് ബൈ ദെയർ ഇന്റേണൽ ഇംപിഡൻസ്. ഇന്റേണൽ ഇംപിഡൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്തു. ഇനി നോക്കൂ, 1ഉം 3ഉം എന്താണ്? സീരീസ് ആണ് അല്ലേ. 1 + 3 4 ഓം വരും. പിന്നെ 4ഉം ഈ 1 + 3 4 ആവും. 4ഉം 12ഉം എന്താണ്? പാരലൽ ആണ് അല്ലേ. 4 പാരലൽ ടു 12 എന്ന് വരും. അപ്പം എന്താ വരിക? എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര വരിക? ZTH = 4 × 12/4 + 12 അല്ലേ. അപ്പം 4 × 12/16 എന്ന് വരും അല്ലേ. അപ്പം 16ഉം 4ഉം വിട്ടും 12/4 എത്രയാണ്? 3 ആണ് അല്ലേ. അപ്പം ZTH = 3 ഓം എന്ന് വരും. ക്ലിയർ ആണല്ലോ. ZTH = 3 ഓം എന്ന് വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ആ സർക്യൂട്ടിനെ റീപ്ലേസ് ചെയ്യാം അല്ലേ. എന്നെ റീപ്ലേസ് ചെയ്യുക? ബൈ VTH ആൻഡ്
ZTH in series and connect back the load resistance ZL. അല്ലേ? എത്രയായിരുന്നു? VTH എത്ര കിട്ടിയേ? 18 വോൾട്ട്. ZTH എത്ര കിട്ടിയേ? 3 ഓം. ഇതെല്ലാം ഒരു ഭാഗത്ത് കാണാനാട്ടോ ഞാൻ അങ്ങനെ പിഷ് ചെയ്തിരുന്നത്. ZL എത്രയായിരുന്നു? 15 ഓം. അല്ലേ? ഇനി നമുക്ക് എന്താ കാണാനുള്ളത്? IL. IL എങ്ങനെയാണ് കാണുക? IL ഈക്വൽ ടു വോൾട്ടേജ് VTH ബൈ ZTH പ്ലസ് ZL എന്ന് വരും. അല്ലേ? VTH ബൈ ZTH പ്ലസ് ZL എന്ന് വരും. VTH എത്രയായിരുന്നു? 18 ബൈ ZTH എത്രയായിരുന്നു? 3. ZL എത്ര? 15. അപ്പോൾ 18 ബൈ 18 എന്ന് പറഞ്ഞാൽ എത്ര വരും? 1 ആംപിയർ എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ് ഒരു സർക്യൂട്ടിനെ തെവനൈസ് ചെയ്യുക. ഫൈൻ. ഇനി നമുക്ക് റെസിപ്രോസിറ്റി തിയറം നോക്കാം. അത്ര ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, എന്തായാലും സിമ്പിളാണ്. ഓക്കെ, ഈ ഡെൽറ്റ സ്റ്റാർ ട്രാൻസ്ഫോർമേഷനും അതൊക്കെ ഭയങ്കര സിമ്പിളാണ്. പക്ഷേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുക, എക്സാം ആണല്ലോ, എന്തും ചോദിക്കാമല്ലോ. നോക്കാം എന്താ തിയറം പറയുന്നത്, റെസിപ്രോസിറ്റി തിയറം പറയുന്നത്. ഇൻ എനി ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്ക്, if a source of EMF in any branch produces a current I in any other branch, then the same EMF E acting in the second branch would produce the same current I in the first branch. വളരെ സിമ്പിളാണ്, പറയാൻ വലിയ രസമൊന്നും ഇല്ല എന്നുള്ളൂ. ഓക്കെ, എൻ്റെ ഇതിൽ പറയുന്നുള്ളൂ, ഒരു ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്ക് ഉണ്ട്, ഒരു ലീനിയർ നെറ്റ്വർക്ക് ഉണ്ടെന്ന് കരുതുക. അതിനകത്ത് ഒരു ബ്രാഞ്ചിൽ ഒരു EMF ഉണ്ട്, E എന്ന് പറഞ്ഞൊരു EMF ഉണ്ട്. അത് കാരണം വേറെ ബ്രാഞ്ചിൽ I എന്ന് പറഞ്ഞൊരു കറണ്ട് ഉണ്ടാകുന്നുണ്ട് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ EMF നമ്മൾ കറണ്ട് ഉണ്ടായിരുന്ന ബ്രാഞ്ചിലേക്ക് ഇട്ടാൽ നമ്മൾ EMF മാറ്റിയ ബ്രാഞ്ചിൽ ആ കറണ്ട് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഓക്കെ, കൺഫ്യൂഷൻ ആയില്ലല്ലോ. ഒരു ബ്രാഞ്ചിൽ EMF ഉണ്ട്, അത് കാരണം വേറെ ബ്രാഞ്ചിൽ കറണ്ട് ഉണ്ട്. ഇനി ആ EMF സോഴ്സിനെ ഈ ബ്രാഞ്ചിലേക്ക് മാറ്റുക. അങ്ങനെയാണെന്ന് വെച്ചാൽ പഴയ ബ്രാഞ്ചിൽ ആ കറണ്ട് ഉണ്ടാവും എന്നാണ്. റെസിപ്രോക്കൽ അല്ലേ? അതാണ് റെസിപ്രോസിറ്റി തിയറം എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ഒന്ന് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ഓക്കെ, ഇനി the theorem means that E and I are mutually transferable. ഇയും ഐയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം എന്നാണ് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഈ ഒരു എക്സാമ്പിൾ എടുക്കുക, ഈ ഡയഗ്രാം കേട്ടോ. ഇതിപ്പം നമുക്ക് എക്സാമ്പിൾ പറയാൻ പറ്റില്ല, അത് ബൈലാറ്ററൽ നെറ്റ്വർക്ക് ആയിട്ടില്ല, എന്നാലും നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു EMF സോഴ്സ് അല്ലേ 18 വോൾട്ട്. ഇത് കാരണം ഈ ബ്രാഞ്ചിൽ ഒരു 1 ആംപിയർ കറണ്ട് പോകുന്നുണ്ട് കരുതുക. ഇതിലൂടെ ഒരു 1 ആംപിയർ കറണ്ട് പോകുന്നു എന്ന് വിചാരിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ 18 വോൾട്ട് എടുത്താണ്ട് ഇങ്ങോട്ട് ഇടുക, ഇവിടെ ഇട്ടു. അങ്ങനെയാണെങ്കിൽ ഈ ബ്രാഞ്ചിൽ നിന്നല്ലേ ഉണ്ടായത്, അപ്പോൾ ഈ ബ്രാഞ്ചിൽ 1 ആംപിയർ കറണ്ട് ഉണ്ടാവുന്നു. ഓക്കെ, അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ദിസ് ആൾസോ റെഫേഴ്സ് ദാറ്റ് ഇന്റർചേഞ്ച് ഓഫ് ആൻ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ആൻഡ് ഐഡിയൽ അമ്മീറ്റർ ഇൻ എനി നെറ്റ്വർക്ക് വിൽ നോട്ട് ചേഞ്ച് ദ അമ്മീറ്റർ റീഡിംഗ്. ഒരു നെറ്റ്വർക്കിനകത്ത് ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് അതുപോലെ ഐഡിയൽ അമ്മീറ്റർ ഉണ്ടെന്ന് കരുതുക. അവരെ ഇന്റർചേഞ്ച് ചെയ്താൽ അമ്മീറ്റർ റീഡിംഗ് മാറൂല എന്ന്. ശരിയല്ലേ? ആലോചിച്ച് നോക്കൂ. അതുപോലെ തന്നെ ഒരു ഐഡിയൽ കറണ്ട് സോഴ്സും ഒരു ഐഡിയൽ വോൾട്ട് മീറ്ററും മാറ്റിയാൽ വോൾട്ട് മീറ്റർ റീഡിങ്ങും മാറില്ല. സിമ്പിളായിട്ട് പറഞ്ഞാൽ E ആൻഡ് I ക്യാൻ ബി ഇന്റർചേഞ്ച്, മ്യൂച്വലി ട്രാൻസ്ഫറബിൾ ആണെന്ന് അർത്ഥം. അതാണ് റെസിപ്രോസിറ്റി തിയറം പറയുന്നത്. സിമ്പിൾ. ഇനി നോക്കാം ഡെൽറ്റ ടു സ്റ്റാർ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ഡെൽറ്റ ടു സ്റ്റാർ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കുറേ ബ്രാഞ്ചുള്ള നെറ്റ്വർക്ക് ക്രിച്ചോഫ് ലോയും അതും ഇതൊക്കെ വെച്ചിട്ട് സോൾവ് ചെയ്യാൻ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, അത്തരത്തിൽ ഒരു സർക്യൂട്ടിനകത്ത് സ്റ്റാറോ ഡെൽറ്റയോ ഉണ്ടെങ്കിൽ ആ സ്റ്റാറിനെ ഡെൽറ്റ ആക്കി മാറ്റാനും ഡെൽറ്റയെ സ്റ്റാർ ആക്കി മാറ്റാനും പറ്റും എന്നുള്ളതാണ് ആദ്യം പഠിക്കേണ്ടത്. ഡെൽറ്റയെ എങ്ങനെ സ്റ്റാർ ആക്കി മാറ്റാം എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, എന്താണ് ഈ ഡെൽറ്റ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞാൽ? ഈ ആകൃതിയിൽ ഒരു ട്രയാങ്കിൾ, ഈ ആകൃതിയിൽ 3 റെസിസ്റ്റൻസ് കണക്ട് ചെയ്താൽ എന്ത് പറയും? ഡെൽറ്റ എന്ന് പറയും. ഇവിടെ നോക്കൂ, ഇവിടുന്ന് ഒരു റെസിസ്റ്റൻസ്, ഇവിടെ റെസിസ്റ്റൻസ്, ഇവിടെ റെസിസ്റ്റൻസ്. ഇതൊരു സ്റ്റാർ പോലെയല്ലേ, ഇങ്ങോട്ടൊന്ന് ഇങ്ങോട്ടൊന്ന് ഇങ്ങോട്ടൊന്ന്. ഇതാണ് ഡെൽറ്റ, ഇതാണ് സ്റ്റാർ. ഇത്തരത്തിലൊരു ഡെൽറ്റ ഉണ്ടെങ്കിൽ അതിനെ സ്റ്റാർ ആക്കാം, ഒരു സ്റ്റാർ ഉണ്ടെങ്കിൽ അതിനെ ഡെൽറ്റ ആക്കാം. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് പഠിക്കാല് ഡെൽറ്റ ടു സ്റ്റാർ ഇന്റർചേഞ്ച് ആണ്. ഇത്തരത്തിലുള്ള ഒരു ഡെൽറ്റ സർക്യൂട്ടിനെ നമ്മൾ എങ്ങനെ സ്റ്റാർ ആക്കി മാറ്റാമെന്നാണ് പറയുന്നത്. ഓക്കെ, these two arrangements will be electrically equivalent if the resistance as measured between any pair of terminals is the same in both arrangements. ഇതിനകത്ത് 3 ടെർമിനൽസ് ഉണ്ട്, 1 2 3 1 2 3 1 2 3. ഓക്കെ, നമുക്ക് ഇതിനെ ഇക്വലന്റ് ആണ് എങ്ങനെയാണെങ്കിൽ when the resistance as measured between any pair of terminals is same in both. ഇപ്പോൾ 1 ഉം 2 അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് ഇതിൽ R12 ആണ്,
അതുപോലെ ഇവിടെ 1 2 ഉണ്ട്. ഇതിനെ അക്രോസ് ഉള്ള വോൾട്ടേജും സെയിം ആണെങ്കിൽ ഇത് ഈക്വലന്റ് ആണല്ലേ, അല്ലേ? ഈക്വലന്റ് ആണല്ലോ. അപ്പോൾ എങ്ങനെയാണത് ആ ട്രാൻസ്ഫോർമേഷൻ നടത്തുക എന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് ഡെൽറ്റയെ സ്റ്റാർ ആക്കണം. ഓക്കെ, ആദ്യം ഡെൽറ്റ കണക്ഷൻ എടുക്കുക. ഫസ്റ്റ് ടേക്ക് ഡെൽറ്റ കണക്ഷൻ ബിറ്റ്വീൻ ടെർമിനൽസ് 1 and 2. ഒന്നിനും രണ്ടിനും ഇടയ്ക്ക് ദർ ആർ 2 പാരലൽ പാത്സ്, അല്ലേ? 2 പാരലൽ പാത്സ് ഉണ്ട്. ഏതൊക്കെയാണിത്? 1 2, ഇതല്ലേ 2 ടെർമിനൽ. ഈ 1 ഉം 2 കണക്ട് ചെയ്യാൻ 2 പാത്ത് ഉണ്ട് എന്ന് പറഞ്ഞത്. ഒന്ന് ഇത്, ഒന്ന് ഇത്, അല്ലേ? ആൻഡ് വൺ ബ്രാഞ്ച് ഈസ് ഹാവിംഗ് എ റെസിസ്റ്റൻസ് R12. ഈ ബ്രാഞ്ചിലുള്ള റെസിസ്റ്റൻസ് R12 ആണ്. ആൻഡ് അനദർ ബ്രാഞ്ച് ഹാവിംഗ് റെസിസ്റ്റൻസ് R23 ആൻഡ് R31. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, അല്ലേ? അപ്പൊ നോക്കുക, ബിറ്റ്വീൻ ടെർമിനൽസ് 1 and 2 ദർ ആർ 2 പാരലൽ പാത്സ്. ഇതൊരു പാത്താണ്, ഇതിന് പാരലൽ ആയിട്ട് ഇതൊരു പാത്താണ്, അല്ലേ? One is having a resistance R12 and the other is having a resistance R13 plus R23 എന്ന് പറയാം. അത് സീരീസ് അല്ലേ, അപ്പൊ കമ്പൈൻ ചെയ്യാം, അല്ലെ? R23 plus R31 എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ R12ഉം ഈ R31ഉം R23ഉം പിന്നെ സീരീസ് അല്ലേ, അല്ലെ? ഈ 3 ടെർമിനൽ ഒഴിവാക്കട്ടോ, അല്ലെ? നമ്മൾ 1ഉം 2ഉം ടെർമിനൽസ് ആണ് നോക്കുന്നത്. അപ്പൊ ഈ ബ്രാഞ്ചും എന്താണ്? പാരലൽ ആണ്. അത് ക്ലിയർ ആണല്ലോ. ഇനി ഈ ബ്രാഞ്ചിനകത്ത് തന്നെ ഈ 2 റെസിസ്റ്റൻസ് സീരീസിലാണ്. അപ്പൊ ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് പറഞ്ഞാൽ R23 പ്ലസ് R31, ഇത് R12. ഇനി എന്തായി? 1ഉം 2നും അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് കാണാൻ, റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടെർമിനൽസ് 1 and 2 കാണാൻ എന്ത് ചെയ്താൽ മതി? ഇത് ഒരു ബ്രാഞ്ച്, ഇത് ഒരു പാരലൽ ആയിട്ട് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്റൻസും എന്താണ്? പാരലൽ കണക്ഷൻ ആണെന്ന് അർത്ഥം. അതായത് R12 ഈസ് പാരലൽ ടു R23 പ്ലസ് R31, അല്ലേ? ഇതിന് ഇത് പാരലൽ ആണ്. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താ? ദിസ് ഇൻറ്റു ദിസ് ഡിവൈഡഡ് ബൈ ദിസ് പ്ലസ് ദിസ്, അല്ലേ? അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. റെസിസ്റ്റൻസ് ബിറ്റ്വീൻ 1 and 2 ഈസ് എന്താണ്? R12 ഇൻറ്റു R31 പ്ലസ് R23 ഉണ്ടോ? R23 പ്ലസ് R31 ഹോൾ ഡിവൈഡഡ് ബൈ R12 പ്ലസ് R23 പ്ലസ് R31. മനസ്സിലായോ? ഓക്കെ, സിമ്പിൾ. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് പി ക്യൂ എന്ന് പറഞ്ഞ 2 റെസിസ്റ്റൻസ് ഉണ്ട്. P1 Q1. പിയും ക്യൂവും പാരലൽ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, ഇവിടെ P ഇവിടെ Q, ഇത് പാരലൽ ആണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര? PQ ബൈ P പ്ലസ് Q. നിങ്ങൾ 1/R പ്ലസ് 1/K എന്ന് പറഞ്ഞിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് അതിന്റെ ഇക്വേഷൻ. ഓക്കെ, അത് പ്രകാരം ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളൂ? പിക്ക് പകരം ഇവിടെ R12 ആയി, പിക്ക് പകരം R12 ആയി. ഇനി ഇതിന് ക്യൂവിന് പകരം ഇത് സിംഗിൾ ആയി പരിഗണിക്കുകയാണ്, R31 പ്ലസ് R23. Q ഈക്വൽ ടു R31 പ്ലസ് R23. അതാണ് ഇവിടെ ചെയ്തത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ PQ ബൈ P പ്ലസ് Q ചെയ്തു, അതുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ക്ലിയർ? കൺഫ്യൂഷൻസിന്റെ ഒന്നും ആവശ്യമില്ല. ഇനി നൗ ടേക്ക് ദ സ്റ്റാർ കണക്ഷൻ. ഇനി സ്റ്റാർ കണക്ഷൻ എടുക്കുക. ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെയിം ടെർമിനൽസ് 1 and 2. 1നും 1 ഇവിടെ ആട്ടോ. അപ്പോൾ 1നും 2നും അക്രോസ് ആയിട്ടുള്ള സെയിം റെസിസ്റ്റൻസ് എടുക്കുക, അല്ലെ? 1നും 2നും അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര? ഇതാണ് 1, ഇതാണ് 2. ഇതിനെ ക്രോസ് ആയിട്ടുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് പറയുന്നത് R1 പ്ലസ് R2 ആണ്. R1 R2 സീരീസിലല്ലേ, R1 പ്ലസ് R2 ആണ്. 1ഉം 2 മാത്രം നോക്കിയാൽ മതി. 3 മാറിയില്ലേ, ടെർമിനൽ മാറി. 1 ഇവിടെ, 2 ഇവിടെ. അതിനെ ക്രോസ് ആയിട്ടുള്ളത് R1 പ്ലസ് R2, അല്ലെ? ആൻഡ് ഇത് രണ്ടും ഇക്വലന്റ് ആവണമെങ്കിൽ, ഈ സർക്യൂട്ടും ഇക്വലന്റ് ആവണമെങ്കിൽ 1 2 ടെർമിനൽസ് അക്രോസ് ആയിട്ടുള്ള ഇതിലെ വോൾട്ടേജും 1 2 ടെർമിനൽസ് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് അല്ല റെസിസ്റ്റൻസും സെയിം ആവണം, അല്ലെ? ഓക്കെ, അതായത് ഇതിലുള്ള റെസിസ്റ്റൻസ് എത്രയായിരുന്നു? R1 പ്ലസ് R2. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ദിസ്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. R1 പ്ലസ് R2 ഷുഡ് ബി ഈക്വൽ ടു ഇത് R12 ഇൻറ്റു R23 പ്ലസ് R31 ഡിവൈഡഡ് ബൈ ഇത് ടോട്ടൽ സം ചെയ്യല്ലേ, ഒക്കെ പ്ലസ് അല്ലേ, അപ്പം ഇത് സം ചെയ്തു. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു അനലോജി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി 2 ടെർമിനൽസ് കാണാം. ഇനി ഏതൊക്കെ ടെർമിനൽസ്? 2 3, അല്ലേ? 2 3 ടെർമിനൽസിനകത്ത് ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താ വരിക? ഈ R23 എന്ന് പറഞ്ഞത് ഇതിന് പാരലലാണ്. അപ്പൊ എന്താ വരിക? R23 ഇൻറ്റു R31 പ്ലസ് R12 ഡിവൈഡഡ് ബൈ R23 പ്ലസ് R31 പ്ലസ് R12 എന്ന് വരും, അല്ലേ? ഇനി 2 3 അല്ലേ, 2 3 ടെർമിനൽസിനകത്ത് ഇവിടെയുള്ള റെസിസ്റ്റൻസ് എത്ര വരിക? R3 പ്ലസ് R2 വരും, അല്ലേ? അത് പ്രകാരം R2 പ്ലസ് R3 ഈക്വൽ ടു ഡെൽറ്റയിലെ 2ഉം 3ക്കും അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് R2 പ്ലസ് R3 ഈക്വൽ ടു സ്റ്റാറിലെ ഡെൽറ്റയിലെ 2നും 3നും അക്രോസ് ആയിട്ടുള്ള അപ്പോൾ എത്ര വരിക? R23 ഇത്. ദിസ് ഈസ് പാരലൽ ടു ദിസ്, അല്ലേ? അപ്പോൾ അതാണ് R23 ഇൻറ്റു
R31 plus R12 divided by R12 plus R23 plus R31. Fine. ഇനി അടുത്ത ടേമിൽ ഏതാ 3 and 1 അല്ലേ, 3യും 1ഉം അല്ലേ, 3 1 3 1 ഡെൽറ്റയിൽ ഈ ബ്രാഞ്ചും പാരലൽ ആണ്. ഈ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് R31 ദാറ്റ് ഈസ് പാരലൽ ടു R23 പ്ലസ് R12 അല്ലേ. അപ്പൊ അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താ വരിക, ദിസ് ഇൻറ്റു ദിസ് ഡിവൈഡഡ് ബൈ ദിസ് പ്ലസ് ദിസ് അല്ലേ. ഇനി 2 3 ടെർമിനൽ അല്ലേ, 1 3 ടെർമിനൽ അല്ലേ, 1 3 1 3 ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താ വരിക, R1 പ്ലസ് R3 അല്ലേ. അതുകൊണ്ട് അത് രണ്ട് ഈക്വൽ ആണെങ്കിൽ R3 പ്ലസ് R1 ഈക്വൽ ടു R31 ഇൻറ്റു R12 പ്ലസ് R23 ഡിവൈഡ് ബൈ R12 പ്ലസ് R23 പ്ലസ് R31. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക, ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, സബ്ട്രാക്ടിങ് 2 ഫ്രം 1. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക, 1 മൈനസ് 2 ഇക്വേഷൻ 1 മൈനസ് 2 ചെയ്യുക ആൻഡ് ആഡിങ് ദ റിസൾട്ട് ടു 3 1 മൈനസ് 2 പ്ലസ് 3 ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് R1 ഈക്വൽ ടു R12 ഇൻറ്റു R31 ബൈ R12 പ്ലസ് R23 പ്ലസ് R31 കിട്ടും. R2 ഈക്വൽ ടു R23 ഇൻറ്റു R12 ബൈ R13 പ്ലസ് R23 പ്ലസ് R31 കിട്ടും. അങ്ങനെ ഓരോന്നും കിട്ടും. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ റിലേഷൻ മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ്, എങ്ങനെയാ പറ്റുക, ഫ്രം ദ ഇക്വേഷൻ ഫോർ R1 R2 ആൻഡ് R3 ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് each numerator is the product of the two sides of the delta which meet at the point in the star. Okay, ഡയഗ്രം ഒരുമിച്ച് കാണിക്കാൻ പറ്റില്ല, ഇപ്പോൾ നോക്കാം. ഇത് കിട്ടിയല്ലോ. ഇതിനെന്താ മനസ്സിലായത് നോക്കാം. ഡെൽറ്റയെ സ്റ്റാർ ആക്കി മാറ്റല്ലേ. അപ്പോ റെസിസ്റ്റൻസ് ഓഫ് ഈച്ച് ആം, ഇപ്പോൾ R1 നോക്കാം. R1 is given by the product of the resistance of the two delta sides that meet at its end divided by sum of the 3 delta resistances. എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഇതിനകത്ത് നമുക്ക് 1 എന്ന് പറഞ്ഞ ടെർമിനലിൽ R1 കാണുന്നത് എഴുതാം. R1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതല്ലേ 1 എന്ന് പറയുന്ന ജംഗ്ഷൻ. ഇതിന്റെ ഡെൽറ്റയിലെ ഇപ്പുറത്തും അപ്പുറത്തുള്ള റെസിസ്റ്റൻസിന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിന്റെ അപ്പുറത്തുള്ള R31 അപ്പുറത്തുള്ള എന്താ R12. അപ്പം R1 കാണണമെങ്കിൽ ഇതിന്റെ ഇപ്പുറത്തുള്ള ഡെൽറ്റയിലെ റെസിസ്റ്റൻസിന്റെയും ഇപ്പുറത്തുള്ളതിന്റെയും പ്രോഡക്റ്റ് R31 ഇൻറ്റു R12 അല്ലേ, ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് R31 പ്ലസ് R23 പ്ലസ് R12. അതല്ലേ ഇവിടെ കാണുന്നത് അല്ലേ. അതേപോലെ R2, ഇനി R2 എങ്ങനെയാണ്, R2 എന്ന് പറഞ്ഞാൽ ഡെൽറ്റന്റെ ഇപ്പുറത്തും അപ്പുറത്തുള്ളത്. അപ്പോൾ R12 ഇൻറ്റു R23 ഡിവൈഡഡ് ബൈ ടോട്ടൽ അല്ലേ. നോക്കൂ, R12 ഇൻറ്റു R23 ഡിവൈഡ് ബൈ ടോട്ടൽ. അതുപോലെ R3 കാണാൻ പറ്റും അല്ലേ. ഇങ്ങനെയാണ് ഡെൽറ്റയെ സ്റ്റാർ ആക്കി മാറ്റുന്നത്. ഫൈൻ. ഇനി അടുത്തത് സ്റ്റാർ ടു ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ. സ്റ്റാറിനെ എങ്ങനെ ഡെൽറ്റ ആക്കാം. അപ്പൊ അതും ഇതുപോലെ ഇക്വേഷൻ 1 2 3 എന്ന് സിംപ്ലിഫൈ ആണ്. മൾട്ടിപ്ലൈയിങ് 1 and 2 2 and 3 3 and 1 ആൻഡ് ആഡിങ് ദം ടുഗദർ ആൻഡ് സിംപ്ലിഫൈയിങ്. അതൊന്നും നമ്മൾ ചെയ്യാൻ നിൽക്കണ്ട, നമുക്കിത് ഷോർട്ട് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇപ്പം ഡെൽറ്റക്കകത്ത് R12 എന്ന് പറഞ്ഞു, R23 അതുപോലെ R31 എന്നൊക്കെ പറഞ്ഞ ഓരോ ബ്രാഞ്ച് ഉണ്ട് അല്ലേ. അതുപോലെ R1 R2 R3 സ്റ്റാറിനകത്തുണ്ട്. അപ്പോൾ അതിന്ന് സ്റ്റാറിന്ന് ഡെൽറ്റയിലേക്ക് എങ്ങനെ പോവാം, എങ്ങനെയാണ് R12 ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R1 R2 ബൈ R3. R23 ഈക്വൽ ടു R2 പ്ലസ് R3 പ്ലസ് R2 R3 ബൈ R1. സിമ്പിളാണ് റിലേഷൻ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇവിടെ 1 2 അല്ലേ, അതുകൊണ്ട് നിങ്ങൾ R1 പ്ലസ് R2 ചെയ്യാം. പിന്നെ R1 R2 ചെയ്യാം, 1 2 R1 2. പിന്നെ അതിൽ ഇല്ലാത്ത ഏതാ 3 അല്ലേ, ഈ R12 ഇല്ലാത്ത 3 അല്ലേ, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. സിമ്പിൾ റിലേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ദ ഇക്വലന്റ് ഡെൽറ്റ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു ടെർമിനൽസ് ഈസ് ഗിവൺ ബൈ ദി സം ഓഫ് സ്റ്റാർ റെസിസ്റ്റൻസസ് ബിറ്റ്വീൻ ദ ടു ടെർമിനൽസ് പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് ദീസ് ടു സ്റ്റാർ റെസിസ്റ്റൻസസ് ഡിവൈഡഡ് ബൈ തേർഡ് സ്റ്റാർ റെസിസ്റ്റൻസ്. അത്ര സിമ്പിളായിട്ട് നമുക്ക് സ്റ്റാർ ടു ഡെൽറ്റ കൺവേർഷൻ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് നോർട്ടൺസ് തിയറം. ഓക്കെ, ഇത് തെവനിൻസ് തിയറത്തിന്റെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തെവനിൻസ് തിയറാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻറ്റ്. എന്നാലും രണ്ടും ഏകദേശം ഒരേ കൺസെപ്റ്റാണ്. എന്താ നോർട്ടൺസ് തിയറം പറയുന്നത്, എ ലീനിയർ ആക്റ്റീവ് നെറ്റ്വർക്ക് ഹാവിംഗ് ടു ഔട്ട്പുട്ട് ടെർമിനൽസ് ആൻഡ് കൺസിസ്റ്റിംഗ് എ നമ്പർ ഓഫ് ജനറേറ്റേഴ്സ് ആൻഡ് റെസിസ്റ്റൻസസ് ഓർ ഇംപിഡൻസസ്
can be replaced by a network consisting of a single current source in parallel with a single impedance Zn. Okay, the current source is equivalent to the current flowing through the short circuit output terminals. Okay, അവിടെ പറഞ്ഞ അതേ കാര്യം. തെവനിൻസിൽ നമ്മൾ എന്താ പറഞ്ഞേ, ഒരു നെറ്റ്വർക്ക് ഉണ്ട്, അതിനകത്ത് കുറെ ഇംപിഡൻസും ജനറേറ്ററും റെസിസ്റ്റൻസും ഒക്കെ ഉണ്ട് കരുതുക. അതിനെ റീപ്ലേസ് ചെയ്ത ഒരു സിംഗിൾ വോൾട്ടേജ് സോഴ്സും അതിന് സീരീസ് ആയിട്ടൊരു ഇംപിഡൻസ് സോഴ്സും ആക്കി മാറ്റാന്ന് പറഞ്ഞേ. ഇവിടെ എന്താക്കി, കറണ്ട് സോഴ്സ് ആക്കി, സീരീസ് എന്നുള്ള പാരലലും ആക്കി, അത്രേ മാറ്റുള്ളൂ. ഒരു നെറ്റ്വർക്കിനെ നമുക്ക് റീപ്ലേസ് ചെയ്ത് സിംഗിൾ കറണ്ട് സോഴ്സ് കൊണ്ടും അതുപോലെ സിംഗിൾ ഇംപിഡൻസ് കൊണ്ടും റീപ്ലേസ് ചെയ്യാം. എങ്ങനെ? വെൻ ദേ ആർ പ്ലേസ്ഡ് പാരലൽ. ഇനി അതേപോലത്തെ ഒരു പ്രൊസീജിയർ ഇവിടെ ഉണ്ട്. എങ്ങനെയാണ് ഫോർ നോർട്ടനൈസിങ് എ നെറ്റ്വർക്ക്? പ്രൊസീജിയർ ഫോർ നോർട്ടനൈസിങ്. മറ്റേ തെവനൈസിങ് ആയിരുന്നില്ലേ? എങ്ങനെയാണ് നോർട്ടനൈസ് ചെയ്യുക? റിമൂവ് ദ റെസിസ്റ്റൻസ് ഇഫ് എനി, അല്ലേ, അക്രോസ് ദ ടു ഗിവൺ ടെർമിനൽസ് ആൻഡ് ഷോർട്ട് സർക്യൂട്ട് ദം. അങ്ങനെ ഒരു ഡിഫറൻസും ഉണ്ട്. നമ്മൾ ഔട്ട്പുട്ട് ZL എന്ന് പറഞ്ഞ ലോഡിനെ നമ്മൾ റിമൂവ് ചെയ്ത് ഓപ്പൺ സർക്യൂട്ട് ചെയ്ത് ഇത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യാണ്. ലോഡിനെ റിമൂവ് ചെയ്യുക, വയർ തമ്മിലാണ് കണക്ട് ചെയ്യുക. ഓക്കെ അല്ലേ? റിമൂവ് ദ ലോഡ് റെസിസ്റ്റൻസ് ആൻഡ് ഷോർട്ട് സർക്യൂട്ട് ദം. ദെൻ ഫൈൻഡ് ദ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ISC. ഇത് ISC എന്ന് പറയാം, IN എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് കാണുക. ആ നെറ്റ്വർക്കിൽ നിന്ന് നമ്മൾ വോൾട്ടേജ് കണ്ടതിന് വരെ അവിടെ എന്ത് കാണുക? കറണ്ട് കാണുക. Find the effective resistance of the whole network by looking at the terminals short circuited after replacing the voltage source with their internal impedances and current source with open circuit or infinite resistances. അല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മൾ തെവനിൻസ് വോൾട്ടേജ് കണ്ടില്ലേ, തെവനിൻസ് ഇംപിഡൻസ് കണ്ടില്ലേ, അതേപോലെ. എന്താ മാറ്റം? നമ്മൾ ടെർമിനൽസിന് അക്രോസ് ഉള്ള എഫക്റ്റീവ് ഇംപിഡൻസ് കാണണം ആഫ്റ്റർ റീപ്ലേസിംഗ് വോൾട്ടേജ് സോഴ്സസ് വിത്ത് ദെയർ ഇന്റേണൽ ഇംപിഡൻസസ്. അല്ലെ, വോൾട്ടേജ് സോഴ്സിനെ ഇന്റേണൽ ഇംപിഡൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്യുക. ആൻഡ് കറണ്ട് സോഴ്സസ് വിത്ത് ഓപ്പൺ സർക്യൂട്ട്. അല്ലേ, കറണ്ട് സോഴ്സസിന് എന്ത് ചെയ്യുക? ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മൾ അതിനെ കാണുക. ശേഷം എന്താ ചെയ്യേണ്ടത്? ഡ്രോ ദ ഇക്വലന്റ് നോർട്ടൺസ് നെറ്റ്വർക്ക് വിത്ത് കറണ്ട് ISC പാരലൽ ടു RN. ഇത് ISC എന്നും IN എന്നും ഉപയോഗിക്കുന്നുണ്ട്. നോർട്ടൺസ് കറണ്ട് എന്നും ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്നും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ISC യും IN ഉം സെയിം ആണ്. ഓക്കെ, ആൻഡ് കാൽക്കുലേറ്റ് ദ കറണ്ട് ഓർ വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റൻസ് കണക്റ്റഡ് ബാക്ക് ടു ദ ഷോർട്ട് സർക്യൂട്ടഡ് ടെർമിനൽസ്. ഇനി എൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമാവും. നോക്കാം. യൂസ് നോർട്ടൺ തിയറം ടു ഫൈൻഡ് ദ ലോഡ് റെസിസ്റ്റൻസ് കറണ്ട് അക്രോസ് ദ ലോഡ് റെസിസ്റ്റൻസ്. ഈ 10 ഓമിന് അക്രോസ് ആയിട്ടുള്ള എന്ത് കാണാനാണ് പറഞ്ഞത്? കറണ്ട് കാണാനാണ് പറഞ്ഞത്. ഓക്കെ, ഇതാണ് സർക്യൂട്ട്. ഇനി ഇതെന്താ ചെയ്യണ്ടേ? നമ്മൾ ഇതിനെ എന്താക്കുക? ലോഡിനെ റിമൂവ് ചെയ്ത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക. അപ്പോൾ ലോഡ് ഇവിടെ നിന്ന് മാറ്റുക, എന്നിട്ട് ഈ വയർ തമ്മിലാണ് കണക്ട് ചെയ്യുക. അതാണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം ഇവിടെ ഒഴുകുന്ന കറണ്ടാണ് IN അല്ലെങ്കിൽ ISC. മനസ്സിലായോ? ശേഷം നമ്മൾ എന്താ ചെയ്യുക? ശേഷം നമ്മൾ നെറ്റ്വർക്കിന് അക്രോസ് ആയിട്ടുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുക. അല്ലേ, ആഫ്റ്റർ റീപ്ലേസിങ് വോൾട്ടേജ് സോഴ്സസ് വിത്ത് ഇന്റേണൽ ഇംപിഡൻസ്. അല്ലേ, ഇതിന് അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് അതാണ് RN, നോർട്ടൺസ് റെസിസ്റ്റൻസ് എന്ന് പറയാം. അത് കാണുക. എങ്ങനെ? ആഫ്റ്റർ റീപ്ലേസിങ് വോൾട്ടേജ് സോഴ്സസ് ബൈ ഇന്റേണൽ ഇംപിഡൻസ്. ഇവിടെ 30 വോൾട്ട് എന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. ഇവിടെയും അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ ഇന്റേണൽ ഇംപിഡൻസ് 0 എന്നർത്ഥം. അതുകൊണ്ട് ഇവിടെ 0 ആക്കുക. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം. ആദ്യം നമുക്ക് എന്താ ചെയ്യാനുള്ളത്? നോർട്ടൺസ് കറണ്ട് കാണണം. അപ്പോൾ എന്താ ചെയ്യുക? 10 ഓം റെസിസ്റ്റൻസ് മാറ്റി ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ആക്കി. ഓക്കെ, ഇനി ഇവിടെ ഉള്ള കറണ്ട് കാണണം, I കാണണം. I കാണണം, നമുക്ക് വോൾട്ടേജ് കാണണം, കറണ്ടും കാണണം. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ അത് ചെയ്യാനുള്ള മെത്തേഡ് ഞാൻ കാണിക്കാം. നോക്കാം, ഇവിടെ എഴുതിയിട്ടുണ്ട്, തന്നെയാണ്. ആദ്യം റെസിസ്റ്റൻസ് കാണണം, ഇതിന് ക്രോസ് ആയിട്ടുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണണം. ഓക്കെ, നോക്കാം. ഇവിടെ ഒരു 5 ഓം, പിന്നെ 8ഉം 4ഉം എന്താണ്? ഇങ്ങോട്ടാണ് കറണ്ട് പോണേ കേട്ടോ, ഇങ്ങോട്ടാണ് കറണ്ട് പോകുന്നത്. അപ്പോൾ 5നെ സിംഗിൾ ആക്കി എടുക്കുക. 8ഉം 4ഉം എന്താണ്? പാരലലാണ്. അപ്പോൾ 8ഉം 4ഉം പാരലലാണ്. എന്താ എഫക്റ്റീവ് റെസിസ്റ്റൻസ്? 8 × 4/8 + 12. പിന്നെ ഇവിടെ ഉള്ള ആൾ എന്താ വരിക? സീരീസാണ് വരിക. അല്ലേ, അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 5 + 8 × 4/8 + 4. അല്ലേ, 4 × 8/4 + 8. അപ്പോൾ എത്ര വരിക? 5 + 2.67 വരും. എന്ന് പറഞ്ഞാൽ 7.267 ഓം വരും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് കറണ്ട് കാണണ്ടേ? I = V/R അല്ലേ? ഇവിടെ വോൾട്ടേജ് എത്രയാണ്? 30 വോൾട്ട്. അതല്ലേ ഇതിലൂടെ വരുന്നേ? അപ്പം I = V/R വെച്ചിട്ട് നമുക്ക് 30/7.267 ചെയ്താൽ 4.13 ആംപിയർ കിട്ടും. ഫൈൻ. ഇനി നമുക്ക് എന്താ കാണാനല്ലേ? ഈ കറണ്ട് കാണാം അല്ലേ? ഇവിടെ ഉള്ള IN കാണാം കേട്ടോ.
IN കാണാനുള്ള ഫോർമുല, ഇതിലൂടെയുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ട് എത്രയായിരുന്നു? നമുക്ക് കിട്ടിയത് 4.13 ആംപിയർ. ദാറ്റ് കറണ്ട് ഇൻറ്റു 8/8+4 എന്ന് വരും. അല്ലേ? ദാറ്റ് കറണ്ട് സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ട് ഇൻറ്റു 8/8, ഇതിനെ ക്രോസ് ആയിട്ടുള്ളതല്ലേ കാണണ്ടേ? അപ്പൊ 8/8+4 എന്ന് വരും. അതാണ് എന്ത്? 4.13 ഇൻറ്റു 8/12. അപ്പൊ എന്ത് വരും? 2.75 ഓം വരും. അതിൽ നിന്ന് നമുക്ക് നോർട്ടൺസ് കറണ്ട് അല്ലെങ്കിൽ ISC കിട്ടി. എത്രയാണെങ്കിൽ 2.75 ഓം ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? നോർട്ടൺസ് റെസിസ്റ്റൻസ് കാണണം, അല്ലെ? RN കാണണം. അപ്പൊ ഈ ഡയഗ്രാം ഇതിനകത്ത് നമുക്ക് എന്ത് കാണണം? ഇവിടെ നിന്നിട്ട് ഇങ്ങോട്ടുള്ള റെസിസ്റ്റൻസ്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണണം, അല്ലെ? RN മെഷേർഡ് ലുക്കിംഗ് ടുവാർഡ്സ് ദി ഷോർട്ട് സർക്യൂട്ടഡ് ഇത്. അപ്പം ഈ 30 വോൾട്ട് ആണ് ഇവിടെ ഉള്ളത് വോൾട്ടേജ്. അതിനെ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ ഇന്റേണൽ ഇമ്പിഡൻസോട് റീപ്ലേസ് ചെയ്യാൻ 30ക്കുള്ള ഇന്റേണൽ ഇമ്പിഡൻസ് തന്നിട്ടില്ല. അതിന്റെ അർത്ഥം അതിന് 0 എന്നാണ്. അപ്പൊ എന്ത് ചെയ്യാം? 0 എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഇല്ല, അല്ലെ? ഇനി എന്ത് വേണം? ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈ സർക്യൂട്ടിന്റെ ഇവിടെ നിങ്ങോട്ടാണ്. അപ്പം 4 ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുക, 8ഉം 5ഉം എന്താണ്? സീരീസിലാണ്. 8ഉം 5ഉം പാരലലാണ്. 8ഉം 5ഉം പാരലലായ എന്താ എഫക്റ്റീവ് റെസിസ്റ്റൻസ്? 8 × 5/8+5, അല്ലെ? അപ്പൊ 4 + 8 × 5/8+5, അല്ലെ? അത് ചെയ്താൽ നമുക്ക് കിട്ടും 7.07 കിട്ടും, അല്ലെ? അപ്പൊ നമുക്ക് RNഉം കിട്ടി, അല്ലെ? ഇനി നമുക്ക് കറണ്ട് കാണാനുള്ള ഫോർമുല എന്താ? നമുക്ക് ജസ്റ്റ് ആ ഒരു ഡയഗ്രാം വരച്ചാൽ മതി. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം? ISC കൊടുക്കണം, അല്ലെങ്കിൽ IN കൊടുക്കണം. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം? ZN കൊടുക്കണം, അല്ലേ? ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം? ZL കൊടുക്കണം. ഓക്കെ, അപ്പോൾ നോക്കാം എങ്ങനെയാ കാണുക. നമ്മൾ R എന്ന് ഉപയോഗിച്ച് എന്തായാലും ഇത് RN കേട്ടോ ടെക്സ്റ്റിൽ ഉപയോഗിച്ച്. ഇവിടെയൊക്കെ RN അല്ലേ, ഇവിടെ ഇത് RL എന്നാണ് ഉപയോഗിച്ചത്. അപ്പം കറണ്ട് അക്രോസ് RL ആണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ IL ഈക്വൽ ടു എന്താ വരിക? IL ഈക്വൽ ടു IN ഇൻറ്റു ഇത് RN അല്ലേ, RN/RN+RL എന്ന് വരും, അല്ലേ? IN ഇൻറ്റു RN/RN+RL എന്ന് വരും, അല്ലേ? ഇതായിരിക്കും ഇതിൻ്റെ എഫക്റ്റീവ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് IN കിട്ടി, RN കിട്ടി, RN ഉണ്ട്, RL ഉണ്ട്, ഒക്കെ കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1.14 ആംപിയർ എന്ന് കിട്ടും. ഫൈൻ. ഇനി നമുക്ക് നോക്കാനുള്ള മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. ഇതൊക്കെ ഇന്റർ കണക്റ്റഡ് ആട്ടോ, ഒക്കെ ഒരേ കൺസെപ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഒരുമിച്ച് എടുക്കുന്നത്. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം സിമ്പിളാണ്. നമ്മൾ തെവനൈസ് ചെയ്തൊരു സർക്യൂട്ട് ഓർമ്മ ഉണ്ട് നമുക്ക്. ഒരു സർക്യൂട്ടിന് ജസ്റ്റ് തെവനൈസ് ചെയ്ത് വരുതാം. ഓക്കെ, അത്തരത്തിലുള്ളൊരു സർക്യൂട്ടിൽ ലോഡിലേക്ക് മാക്സിമം പവർ വരണമെങ്കിൽ, ഓക്കെ, ലോഡിലേക്ക് മാക്സിമം പവർ വരണമെങ്കിലുള്ള കണ്ടീഷനാണ് പറയുന്നത്. എന്താ പറയുന്നത്? The theorem states that maximum power is transferred from a network to a load. ലോഡിലേക്ക് maximum power transfer ചെയ്യും എപ്പോൾ? To a load connected across the output terminals when the load impedance is equal to, ഇതിന്റെ ഇമ്പിഡൻസ് ഉണ്ടല്ലോ, ഇതിന്റെ ഇമ്പിഡൻസ് is equal to the impedance of the network as viewed from the output terminals when all the generators are replaced by their internal impedances. അല്ലേ? നമ്മൾ ഒരു സർക്യൂട്ടിൽ അതിൻ്റെ ലോഡിലേക്ക് മാക്സിമം പവർ കിട്ടണമെങ്കിലുള്ള കണ്ടീഷനാണ് പറയുന്നത്. ആ മാക്സിമം പവർ കിട്ടാനുള്ള കണ്ടീഷൻ എന്താണ്? ഇറ്റ് ഈസ് മാക്സിമം വെൻ ദ ലോഡ് ഇമ്പിഡൻസ് ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ ഇമ്പിഡൻസ് ഈസ് ഈക്വൽ ടു ഇമ്പിഡൻസ് ഓഫ് ദ നെറ്റ്വർക്ക്, അല്ലേ? എന്ത് ഇമ്പിഡൻസ്? തെവനിൻസ് ഇമ്പിഡൻസ്. അതാണ് നമുക്ക് ഏറ്റവും എളുപ്പം പറയാൻ പറ്റുക, അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞത്, ഈസ് equal to the impedance of the network as viewed from the output terminals when all the generators are replaced by their internal impedances. അല്ലേ? നമ്മൾ നേരത്തെ തെവനിൻ തിയറത്തിൽ പറഞ്ഞാണ്, അല്ലേ? എല്ലാ ജനറേറ്ററിനെയും എന്ത് ചെയ്യുക? അതിനെ റീപ്ലേസ് ചെയ്ത് അതിൻ്റെ ഇന്റേണൽ ഇമ്പിഡൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്യാം, അല്ലേ? അപ്പം കിട്ടുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസും ഇതിൻ്റെ ഇമ്പിഡൻസും സെയിം ആണെങ്കിൽ, ചുരുക്കി പറഞ്ഞാൽ ZTHഉം ZLഉം സെയിം ആണെങ്കിൽ പവർ മാക്സിമം ലോഡിലേക്ക് എത്തും എന്നർത്ഥം, അല്ലേ? ഇനി നോക്കുക, ഇതിലെ പവർ നോക്കുക. പവർ അക്രോസ് സോഴ്സ്, അല്ലേ? ഈ വോൾട്ടേജ് സോഴ്സിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറാണ് PS എന്ന് എഴുതുക,
അല്ലേ? ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു പി ടി എച്ച് പ്ലസ് പി എൽ. തെവനിൻസിലൂടെ ഒഴുകുന്ന പവറും ഇതിലൂടെ ഒഴുകുന്ന പവറും സെയിം ആയിരിക്കണം. അത് ജസ്റ്റ് എന്താ പറയുക, കൺസർവേഷൻ ലോ പ്രകാരം അല്ലേ? where PS is the power generated from voltage source. PTH is the power obtained across the Thevenin's impedance. PL is the power obtained across the load resistance. അത് സെയിം ആണല്ലോ, ആണ്. ഇനി എന്താ പവർ എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയർ ആർ ആണ്. പി ഈക്വൽ ടു ഐ സ്ക്വയർ ആർ എന്ന് പറഞ്ഞ ഫോമുലാണ്. ഇവിടെ ഐ സ്ക്വയർ സെഡ് എന്ന് വരും അല്ലേ? ഇനി പവർ അക്രോസ് ലോഡ് എന്താ വരിക? ഐ സ്ക്വയർ സെഡ് എൽ അല്ലേ? പവർ അക്രോസ് ലോഡ് എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയർ സെഡ് എൽ എന്ന് വരും അല്ലേ? ഇനി എന്താ ഐ എന്ന് പറഞ്ഞാൽ ഈ സർക്യൂട്ടിനകത്ത് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? വി ബൈ ആർ അല്ലേ? വി ബൈ ആർ എന്താ? സെഡ് ടി എച്ച് പ്ലസ് സെഡ് എൽ. സെഡ് ടി എച്ച് പ്ലസ് സെഡ് എൽ എന്ന് വരും. അപ്പോൾ ഐ സ്ക്വയർ എന്ന് പറഞ്ഞാലോ വി ബൈ സെഡ് ടി എച്ച് പ്ലസ് സെഡ് എൽ ഹോൾ സ്ക്വയർ ഇൻറ്റു സെഡ് എൽ എന്ന് വരും. ഇനി എന്താ പവർ ട്രാൻസ്ഫർ തിയറം പറയുന്നത്? പി എൽ ഈസ് മാക്സിമം. എന്താ പി എൽ എന്ന് പറഞ്ഞാൽ പവർ അക്രോസ് ദ ലോഡ്. അത് മാക്സിമം ആവണം എപ്പോ? വെൻ സെഡ് ടി എച്ച് ഈസ് ഈക്വൽ ടു സെഡ് എൽ അല്ലേ? അപ്പം മാക്സിമം ലോഡ് പിന്നെ ലോഡിലേക്ക് പവർ വരുന്നത് പി എൽ മാക്സ് ആണ് കരുതുക. അങ്ങനെയാണെങ്കിൽ സെഡ് ടി എച്ചും സെഡ് എല്ലും സെയിം ആണെന്നല്ലേ പറഞ്ഞേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? പി എൽ മാക്സ് ഈക്വൽ ടു വി ബൈ സെഡ് എൽ പ്ലസ് സെഡ് എൽ. സെഡ് ടി എച്ച് കഴിഞ്ഞാൽ സെഡ് എൽ കൊടുത്തു ഇൻറ്റു സെഡ് എൽ. അപ്പോൾ നമുക്ക് കിട്ടും വി സ്ക്വയർ ബൈ 4 ZL എന്ന് കിട്ടും. അപ്പം പി എൽ മാക്സ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ 4 ZL എന്ന് കിട്ടും. ഓക്കെ. ഇനി ഇതിനകത്ത് വളരെ സിമ്പിളായിട്ട് നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്തു. സെഡ് ടി എച്ചും സെഡ് എല്ലും ആയാലും പി എൽ മാക്സ് വി സ്ക്വയർ ബൈ 4 ZL ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്: പ്രൂവ് ദാറ്റ് വെൻ മാക്സിമം പവർ ഈസ് ട്രാൻസ്ഫേർഡ്, ഇംപിഡൻസ് ഓഫ് ദ നെറ്റ്വർക്ക് വ്യൂഡ് വിത്ത് റെസ്പെക്ട് ടു ഔട്ട്പുട്ട് ടെർമിനൽസ് ഈസ് ഈക്വൽ ടു ദ ലോഡ് ഇംപിഡൻസ്. അതായത് സിമ്പിൾ ക്വസ്റ്റ്യൻ ഇതാണ്: മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സെഡ് ടി എച്ചും സെഡ് എല്ലും സെയിം ആണെന്ന് പ്രൂവ് ചെയ്യുക. മാക്സിമം പവർ സെഡ് എല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സെഡ് ടി എച്ചും സെഡ് എല്ലും സെയിം ആണെന്ന് പ്രൂവ് ചെയ്യുക. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ സർക്യൂട്ടിനകത്ത് സെഡ് ടി എച്ച് ഈക്വൽ ടു സെഡ് എൽ ആണെന്ന് പ്രൂവ് ചെയ്യുക വെൻ മാക്സിമം പവർ ഈസ് ട്രാൻസ്ഫേർഡ്. ഓക്കെ, ഇനി അതെങ്ങനെ നമ്മൾ ചെയ്യുക? ഒരു സിമ്പിൾ ഇത് ചെയ്താൽ മതി. എന്ത്? നമ്മുടെ ഡിഫറൻസിയേഷൻ ചെയ്താൽ മതി. നോക്കാം, നമുക്കറിയാം ഇറ്റ് ഈസ് ടു ബി പ്രൂവ്ഡ് ദാറ്റ് വെൻ പി എൽ ഈസ് മാക്സിമം സെഡ് ടി എച്ച് ഈക്വൽ ടു സെഡ് എൽ. ഈ പി എല്ലിന്റെ ഫോർമുല നമ്മൾ നേരത്തെ എഴുതി. എന്താ പി എൽ എന്ന് പറഞ്ഞാൽ? വി ബൈ സെഡ് ടി എച്ച് പ്ലസ് സെഡ് എൽ ഹോൾ സ്ക്വയർ ഇൻറ്റു സെഡ് എൽ എന്നാണ് അല്ലേ? വി ബൈ സെഡ് ടി എച്ച് പ്ലസ് സെഡ് എൽ ഹോൾ സ്ക്വയർ ഇൻറ്റു സെഡ് എൽ എന്നാണ്. തൊട്ട് മുമ്പ് നമ്മൾ പ്രൂവ് ചെയ്തു. ക്ലിയർ ആണല്ലോ? ഇനി എന്താണ് മാക്സിമം പവർ ആവാനുള്ള കണ്ടീഷൻ? എന്താ കണ്ടീഷൻ? ഫോർ പി എൽ ടു ബി മാക്സിമം. പി എല്ലിന്റെ വാല്യൂ മാക്സിമം ആണ്. പി എല്ലിന്റെ വാല്യൂ മാക്സിമം എന്ന് പറഞ്ഞാൽ എന്താ? ഡി ബൈ ഡി സെഡ് എൽ ഓഫ് പി എൽ ഈക്വൽ ടു 0. പി എൽ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ആണ്. അതിന്റെ പിന്നെ വാല്യൂ മാക്സിമം ആണെങ്കിൽ അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആവില്ലേ? അല്ലേ? ഫോർ പി എൽ ടു ബി മാക്സിമം ഡി ബൈ ഡി സെഡ് എൽ ഓഫ് പി എൽ ഈസ് 0, ഷുഡ് ബി 0. അപ്പൊ ഇനി ഡി ബൈ ഡി സെഡ് എൽ ഓഫ് ഇത് കണ്ടാൽ മതി അല്ലേ? അതിന്റെ അർത്ഥം എന്താ? സിമ്പിൾ. ഡി ബൈ ഡി സെഡ് എൽ ഓഫ് എന്താ പറയണേ? വി ബൈ സെഡ് ടി എച്ച് പ്ലസ് സെഡ് എൽ ഹോൾ സ്ക്വയർ ഇൻറ്റു സെഡ് എൽ ഈക്വൽ ടു 0 അല്ലേ? ഇനി ഒരു ഡിഫറൻസിയേഷൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഏത് രീതിയിലും ചെയ്യാം അല്ലേ? പിന്നെ നമ്മുടെ എന്താ പറയുക, പ്രൊഡക്റ്റ് റൂളായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ കോഷ്യൻ റൂളായിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കാം. നമുക്ക് സെഡ് എല്ലിന് വിത്ത് റെസ്പെക്ട് ടു സെഡ് എല്ലിനാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ എന്താ വരും? വി സ്ക്വയർ സെഡ് എൽ ബൈ സെഡ് ടി എച്ച് പ്ലസ് സെഡ് എൽ എന്ന് വരില്ലേ? അപ്പോൾ വി സ്ക്വയറിനെ പുറത്തെടുത്തൂടെ? ഓക്കെ, ഇവിടെ 1 ആക്കി. ഈ വി സ്ക്വയറിനെ ഞാൻ പുറത്തേക്ക് എടുത്തു. ഇനി വി സ്ക്വയറിനെ നമുക്ക് പരിഗണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഡിഫറൻസിയേഷനിൽ. വി സ്ക്വയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? ഡി ബൈ ഡി സെഡ് എൽ ഓഫ് സെഡ് എൽ ബൈ സെഡ് ടി എച്ച് പ്ലസ് സെഡ് എൽ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് എഴുതാം അല്ലേ? നിങ്ങൾക്ക് ഇത് പ്രോഡക്റ്റ് റൂളായിട്ടോ അല്ലെങ്കിൽ കോഷ്യൻ റൂളായിട്ടോ ചെയ്യാം. ഏത് റൂളായാലും നിങ്ങൾക്ക് സെയിം ആൻസർ കിട്ടുക. ഓക്കെ, നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം? നമ്മുടെ പിന്നെ കോഷ്യൻ റൂൾ ചെയ്യാം, അല്ല പിന്നെ ഡിവിഷൻ റൂൾ ചെയ്യാം. ഡിവിഷൻ റൂൾ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം എന്താണ്? ഡിനോമിനേറ്റർ സെഡ് ടി എച്ച് പ്ലസ് സെഡ് എൽ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ഡി ബൈ ഡി സെഡ് എൽ ഓഫ് സെഡ് എൽ എന്താ? 1 അല്ലേ? മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എന്താ?
2 ഇൻറ്റു ZTH പ്ലസ് ZL അല്ലേ, ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ അല്ലേ, ZTH പ്ലസ് ZL റൈസ് ടു 4 ഈക്വൽ ടു 0 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഈ ഇക്വേഷനകത്ത് നിന്ന് ഇതിനെ നമ്മൾ അങ്ങോട്ടേക്ക് എടുക്കുകയാണെന്ന് വെച്ചാൽ എന്ത് എഴുതാം, ZTH പ്ലസ് ZL സ്ക്വയർ മൈനസ് ZL 2ZL ഇൻറ്റു ZTH പ്ലസ് ZL ഈക്വൽ ടു 0 എന്നല്ലേ അല്ലേ, ഈക്വൽ ടു 0 എന്നല്ലേ. അതിന് പകരം ഞാൻ ഇങ്ങനെ എഴുതി കൂടെ, ഓക്കെ, ഇവിടെ മൈനസ് ആയിരുന്നില്ലേ, ഈക്വൽ ടു 0 എന്നുള്ളത് ഇതിനപ്പുറത്തേക്ക് എടുത്തു, സെയിം. ഇനി ഇത് ZTH പ്ലസ് ZL ഹോൾ സ്ക്വയർ ആണ്, ZTH പ്ലസ് ZL ആണ്. അപ്പോൾ ഇതും കട്ട് ചെയ്തുകൂടെ. അപ്പോൾ ZTH പ്ലസ് ZL ഈക്വൽ ടു 2ZL എന്നായില്ലേ അല്ലേ. അപ്പോൾ ZTH ഈക്വൽ ടു 2ZL മൈനസ് ZL എന്താ, ZL അല്ലേ. ഇതാണ് അതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത്. ഫൈൻ. ഇനി അതിനകത്ത് സിമ്പിളായിട്ടുള്ള ഒരൊറ്റ പോർഷൻ കൂടി, അതോടെ ഈ ചാപ്റ്റർ തീരുകയാണ് കേട്ടോ. നോക്കുക, എഫിഷ്യൻസി ഓഫ് ദ നെറ്റ്വർക്ക് വെൻ ഇറ്റ് ട്രാൻസ്ഫർ മാക്സിമം പവർ ടു ദ ലോഡ് അല്ലേ. മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യുമ്പം ആ സർക്യൂട്ടിൻ്റെ അല്ലെങ്കിൽ ആ നെറ്റ്വർക്കിൻ്റെ എഫിഷ്യൻസി എത്രയാണെന്ന് ചോദിച്ചത്. നമുക്കറിയാം പി എന്ന് പറഞ്ഞാൽ എന്താണ്, PTH പ്ലസ് PL ആണ് അല്ലേ. ടോട്ടൽ പവർ എന്ന് പറഞ്ഞാൽ പവർ അക്രോസ് തെവനിൻസ് അതുപോലെ പവർ അക്രോസ് ലോഡാണ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു PTH P ഈക്വൽ ടു PTH പ്ലസ് PL. ഇനി അല്ലെ നമുക്ക് എന്ത് ചെയ്താം, PTH എന്ന് പറഞ്ഞാൽ എന്താ, I² ZL അല്ലേ, ZL അല്ല ZTH അല്ലേ. അതുപോലെ PL എന്ന് പറഞ്ഞാൽ എന്താണ്, I² ZL എന്ന് എഴുതാം അല്ലേ. അല്ലെങ്കിൽ P ഈക്വൽ ടു I² കോമൺ ആണ് ZTH പ്ലസ് ZL എന്ന് എഴുതാം അല്ലേ. അല്ലെങ്കിൽ P ഈക്വൽ ടു ഓക്കെ അങ്ങനെ എഴുതി. ഇനി പവർ അക്രോസ് ദ ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, PL ഈക്വൽ ടു I² ZL അല്ലേ അല്ലേ. പവർ അക്രോസ് ലോഡ് എന്ന് പറഞ്ഞാൽ PL ഈക്വൽ ടു I² ZL ആണ് അല്ലേ. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഇനി എന്താണ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ, എഫിഷ്യൻസി നമ്മൾ സാധാരണ ഈറ്റ കൊണ്ടല്ലേ എക്സ്പ്രസ് ചെയ്യുക. ഈറ്റ എന്ന് പറഞ്ഞാൽ പവർ ട്രാൻസ്ഫേർഡ് ടു ലോഡ് ഡിവൈഡഡ് ബൈ പവർ ജനറേറ്റഡ് ബൈ ദ സോഴ്സ്. കൃത്യമായിട്ട് ചെയ്തോ, പവർ ട്രാൻസ്ഫർ ടു ദ ലോഡ് ഡിവൈഡഡ് ബൈ പവർ ജനറേറ്റഡ് ബൈ ദ സോഴ്സ്. അപ്പം ഈറ്റ എന്ന് പറഞ്ഞാൽ പവർ ട്രാൻസ്ഫർ ടു ദ ലോഡ് എത്രയേ, ലോഡിലേക്ക് പോകുന്ന പവർ എത്രയേ, I² ZL അല്ലേ. ആൻഡ് പവർ ജനറേറ്റഡ് ബൈ ദ സോഴ്സ് എത്രയാണ്, ഇത് I² ഇൻറ്റു ZTH പ്ലസ് ZL അല്ലേ അല്ലേ. I² ഇൻറ്റു ZTH പ്ലസ് ZL അല്ലേ. അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്ത് പോയി. അപ്പോൾ ഈറ്റ ഈക്വൽ ടു ZL ബൈ ZTH പ്ലസ് ZL എന്ന് വരും അല്ലേ. ഇനി എന്താ ക്വസ്റ്റ്യൻ എന്താ, വാട്ട് വിൽ ബി ദ എഫിഷ്യൻസി വെൻ മാക്സിമം പവർ ഈസ് ട്രാൻസ്ഫേർഡ്. മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യുമ്പം ZTH ഈക്വൽ ടു ZL ആവും. അപ്പോൾ അത് ZL എന്ന് കൊടുത്താൽ ZL ബൈ ZL പ്ലസ് ZL അല്ലേ. അപ്പം എന്ത് കിട്ടും, ഈറ്റ ഈക്വൽ ടു 1/2 എന്ന് പറഞ്ഞാൽ 0.5 എന്ന് പറഞ്ഞാൽ 50% എന്ന് കിട്ടും അല്ലേ. അതുകൊണ്ട് എഫിഷ്യൻസി കുറവാണ്, 50% ആണ് കേട്ടോ. ദാറ്റ് ഈസ് എഫിഷ്യൻസി ഈസ് ഓൺലി 50% വെൻ മാക്സിമം പവർ ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ലോഡ്. ലോഡിലേക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പവർ മാക്സിമം ആണെങ്കിലും എഫിഷ്യൻസി കുറയും അല്ലേ. സോ ദ യൂസ് ഓഫ് മാക്സിമം പവർ ട്രാൻസ്ഫർ ഈസ് ലിമിറ്റഡ്. അതുകൊണ്ട് ഇതിൻ്റെ യൂസ് ലിമിറ്റ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. ഇനി എപ്പോഴത് ഉപയോഗിക്കാം, ജനറലി മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം ഈസ് ആപ്ലിക്കബിൾ ഇൻ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് വെർ ദ മെയിൻ എയിം ഈസ് ടു ട്രാൻസ്ഫർ ദ മാക്സിമം പവർ. മാക്സിമം സിഗ്നൽ സ്ട്രെങ്ത് പോകുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൽ നമ്മുടെ ഉദ്ദേശം അല്ലേ, ടു ദ ലോഡ് ഇറസ്പെക്റ്റീവ് ഓഫ് എഫിഷ്യൻസി. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ. കൃത്യമായിട്ട് പഠിക്കുക, എക്സാമൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. താങ്ക് യു ഓൾ.